ഇന്ന് നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് സാർവത്രികമാണ്. ദാറ്റ്സ് ഓക്കെ. അത് നല്ല കാര്യം, പുറത്തു പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അതിനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടോ? കാര്യം സ്കൂളിൽ അവർ വളരെ പ്രൊട്ടക്റ്റഡായിട്ട് വളരുന്നൊരു എൻവയോൺമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് മറ്റൊരു രാജ്യത്ത് വേറൊരു കൾച്ചറിൽ പോകുമ്പോൾ അവർക്ക് ആ സിറ്റുവേഷനുമായിട്ട് അക്ലിമറ്റൈസ് ചെയ്യണം. പിന്നെ അവർക്ക് പഠിക്കണം, പാർട്ട് ടൈം ജോലി ചെയ്യണം. ഇതെല്ലാം കൂടി അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി കുട്ടികൾക്കുണ്ടോ എന്ന് പാരൻസ് നന്നായി ആലോചിക്കണം. അതിനേക്കാൾ നല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ 3 കൊല്ലോ 4 കൊല്ലോ ഉള്ള എന്തെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവർക്ക് ചുറ്റുവട്ടത്തുള്ള റിയൽ വേൾഡ് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അവർക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകും. അത് മാത്രവുമല്ല, അവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടായി എനിക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു എയിമൊക്കെ അവർക്കുണ്ടായിരിക്കും. എന്താണ് ഞാൻ ആകേണ്ടത്, എൻ്റെ എയിം എന്താണ്, വേർ ഷുഡ് ഐ ബി ഇൻ നെക്സ്റ്റ് 5 years or 10 years അല്ലെങ്കിൽ 15 years എന്നൊരു ധാരണ ഈ കുട്ടികൾക്കുണ്ടാകും. ആ സമയത്ത് അതിനനുസരിച്ച് അവർക്ക് തിരിഞ്ഞു പഠിക്കാം, അതല്ല ജോലിയായിട്ട് പോകാം, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ഈ 18 വയസ്സ് ജസ്റ്റ് ആയിട്ടുള്ള ഈ +2 കഴിഞ്ഞ കുട്ടികളെ യാതൊരു ധാരണയുമില്ലാത്ത ഒരു രാജ്യത്തിലേക്കും ഒരു കൾച്ചറിലേക്കും നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് അവിടെ പോയി കൈയും കാലും ഇട്ട് അടിച്ച് ചിലർ രക്ഷപ്പെട്ടു പോകും. ചില കുട്ടികൾക്ക് അതിനുള്ള ആ കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പോരാത്തതിന് ഇതൊരുപാട് സാമ്പത്തിക ഇത് തലയിലെടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ദയവ് ചെയ്ത് അച്ഛനമ്മമാർ കിടപ്പാടം വിറ്റ് മക്കളെ അയക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കൂ, പൈസ കൊടുത്ത്. അതല്ലെങ്കിൽ കുട്ടികൾ സ്കോളർഷിപ്പ് വല്ലതും നേടിപ്പോകും. അതല്ലാതെ കിടപ്പാടം വിറ്റും നിങ്ങൾ കടമെടുത്തും ഒന്നും ദയവ് ചെയ്ത് പോകരുത്. വളരെ പണ്ട്, അതായത് കോവിഡിന് മുന്നേയൊക്കെ ഈ പോയവരൊക്കെ പലരും രക്ഷപ്പെട്ടു പോയ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എല്ലാ രാജ്യവും ഇമിഗ്രേഷൻ സാച്ചുറേഷൻ പോയിൻ്റ് എത്തി നിൽക്കുകയാണ്. എവിടെ വേണമെങ്കിലും നോക്കൂ, ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് പോളിസി എല്ലായിടത്തും വന്നു തുടങ്ങി. കാര്യം പാർട്ട് ടൈം ജോലിക്ക് പോലും ഭീകര കോമ്പറ്റീഷനാണ്. എല്ലാവരും ഇമിഗ്രേഷൻ പോളിസി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ വന്ന് ഈ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി നമ്മുടെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പ്ലീസ് തിങ്ക് അബൌട്ട്